റെന്റിന്റെ പ്രോബ്ലംസ് ആണ് ഈ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, എ ഗവൺമെന്റ് എംപ്ലോയി ഹാവിംഗ് എ പേ ഓഫ് ₹700 per month occupies a quarters having a plinth area 120 meters square. The prevailing rate per square meter of plinth area is ₹400. Calculate and suggest the monthly house rent payable by the employee. അപ്പോൾ നമുക്ക് ഒരു ഗവൺമെന്റ് എംപ്ലോയിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഗവൺമെന്റ് എംപ്ലോയി അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി, ഗവൺമെന്റ് എംപ്ലോയി ഹാവിംഗ് എ പേ ഓഫ് ₹700 per month. അദ്ദേഹത്തിന് പെർ മന്ത് കിട്ടുന്ന സാലറിയാണ് ₹700. ആ ക്വാർട്ടേഴ്സിന്റെ ഡയമെൻഷൻ കൊടുത്തുകൊണ്ട് ക്വാർട്ടേഴ്സിന്റെ പ്ലിന്ത് ഏരിയ 120 meter square ആണ്. The prevailing rate per square meter of plinth area is ₹400. അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിന്റെ റേറ്റ് എന്ന് പറയുന്നത് ₹400 ആണ്. നമുക്ക് എന്താ പറയുന്നത്, മന്ത്ലി റെന്റ് എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡിലൊന്ന് സോൾവ് ചെയ്യാം. റെന്റ് കാൽക്കുലേഷന്റെ ഫസ്റ്റ് മെത്തേഡിലൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് എന്ത് വേണമായിരുന്നു, ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് മെത്തേഡിൽ, according to this method, annual standard rent is taken as 6% per annum of the total capital cost. 6% per annum of the total capital cost. അപ്പോൾ 6% per annum of the total capital cost. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതിനകത്ത് ക്യാപിറ്റൽ കോസ്റ്റ് തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ആണ് ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബിൽഡിങ്ങിന്റെ ഏരിയയും തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ മീറ്ററിന്റെ റേറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ്, പ്ലിന്ത് ഏരിയ 120 meter square, prevailing rate per square meter ₹400. So therefore cost of the building is equal to 120 into 400, that will be equal to ₹48,000. ₹48,000. ഇനി നമുക്ക് എന്താണ് റെന്റ് പെർ ആനം. അപ്പോൾ റെന്റ് പെർ ആനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 6% per annum of the total capital cost. ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6%. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ആണ്. ബിൽഡിങ്ങിന്റെ കോസ്റ്റ് നമുക്ക് കിട്ടി ₹48,000. ഞാൻ 48,000ന്റെ 6% ആണ് നമ്മുടെ റെന്റ്. അപ്പോൾ 48,000 into 6/100, that will be equal to ₹2,880. ₹2,880. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റെന്റ് എന്ന് പറയുന്നത് ഇയർലി റെന്റ് ആണ്. ഇയർലി റെന്റ്. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, മന്ത്ലി റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ റേറ്റ് പെർ മന്ത് വിൽ ബി ഈക്വൽ ടു ഇയർലി റെന്റ് ഡിവൈഡഡ് ബൈ 12, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ₹240. ആൻഡ് വിൽ ബി ഈക്വൽ ടു ₹240. ഇനി നമുക്കിതിനകത്ത് ഒരു മെത്തേഡിലും കൂടി നമുക്ക് സോൾവ് ചെയ്യാം, റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഗവൺമെന്റ് എംപ്ലോയി. അപ്പോൾ നമുക്ക് ആ ഗവൺമെന്റ് എംപ്ലോയിയുടെ മെത്തേഡ്, അതായത് മെത്തേഡ് 3 ഒന്ന് സോൾവ് ചെയ്യാം. മെത്തേഡ് 3 പറയുന്നത് എന്തായിരുന്നു, മെത്തേഡ് 3 റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ എംപ്ലോയിയുടെ 1/10 ഓഫ് ബേസിക് പേ ആണ് റെന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് എംപ്ലോയിയുടെ മന്ത്ലി പേ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മന്ത്ലി പേ എത്രയായിരുന്നു, ₹700 ആണ് മന്ത്ലി ഡ്രോ ചെയ്യുന്ന സാലറി. അപ്പോൾ 700 into 1/10 ചെയ്താൽ മതി. അപ്പോൾ 700 into 1/10 ചെയ്യുമ്പോൾ എന്ത് വന്നു, ₹70. അപ്പോൾ ₹70 ആണ് നമുക്ക് മെത്തേഡ് 3 സോൾവ് ചെയ്തപ്പോൾ റെന്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിൽ സോൾവ് ചെയ്തു. ആ രണ്ട് മെത്തേഡിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് വാല്യൂ, അതായത് ₹70 ആണ് അദ്ദേഹം പേ ചെയ്യേണ്ട മന്ത്ലി റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ രണ്ട് മെത്തേഡിലും സോൾവ് ചെയ്യുക, എന്നിട്ട് ലീസ്റ്റ് വാല്യൂ എടുക്കുക.
അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി എന്ന് കാണുമ്പോൾ തന്നെ ചാടി കയറി ആ ഒരു മെത്തേഡിൽ മാത്രം സോൾവ് ചെയ്ത് വെക്കരുത്. ബിക്കോസ് നമുക്ക് ഇത് രണ്ട് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസുകളൊക്കെ രണ്ട് മെത്തേഡൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ മാത്രം സോൾവ് ചെയ്യുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. Calculate the standard rent of a government residential building newly constructed at a cost of rupees 75,000. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് 75,000. ഇനി given data, cost of sanitary and water supply were 10% of building cost. അപ്പോൾ ഈ പറയുന്ന 75,000 റുപ്പീസ് എന്ന് പറയുന്നത് ആ ബിൽഡിംഗ് ആ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു എമൗണ്ട് മാത്രമേ ആയതുള്ളൂ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് റെന്റ് ഓഫ് എ ഗവൺമെന്റ് ബിൽഡിംഗ് ന്യൂലി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത എമൗണ്ട് ആണ് 75,000. ആ 75,000ന്റെ 10% എമൗണ്ട് നമ്മൾ സാനിറ്ററി വർക്കും വാട്ടർ സപ്ലൈക്കും വേണ്ടി ചെലവാക്കേണ്ടി വന്നു. ഇനി കോസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് 8% ഓഫ് ബിൽഡിംഗ് കോസ്റ്റ്. അപ്പോൾ 75,000 റുപ്പീസിന്റെ 8% ആണ് അതിനകത്തുള്ള ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിന് വേണ്ട കോസ്റ്റ്. ഇനി കോസ്റ്റ് ഓഫ് ഇന്റേണൽ റോഡ്സ് ആൻഡ് കോമ്പൗണ്ട് വാൾ റുപ്പീസ് 10,000. അത് എമൗണ്ട് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പൽ ആൻഡ് അതർ ടാക്സസ് റുപ്പീസ് 300 പെർ ആനം. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിനകത്തുനിന്ന് സ്റ്റാൻഡേർഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് അവിടെ താമസിക്കുന്ന ആളുടെ ബേസിക് പേ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? മെത്തേഡ് 3 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മെത്തേഡ് 1 സോൾവ് ചെയ്യാം. മെത്തേഡ് 3 പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. മെത്തേഡ് 2 അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സാനിറ്ററി വർക്ക്, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മെത്തേഡ് 1 ചെയ്യാം. മെത്തേഡ് 1 ചെയ്യാൻ എന്തായിരുന്നു? മെത്തേഡ് 1 പറയുന്നത് according to this method annual standard rent is taken as 6% per annum of total capital cost. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6% ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? റെന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ക്യാപിറ്റൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് എല്ലാം ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു? ആ ബിൽഡിംഗ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ട കോസ്റ്റ് കൊടുത്തായിരുന്നു. അതായിരുന്നു 75,000 റുപ്പീസ്. ഇനി അതിനകത്തുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ്റെ എമൗണ്ട് ആയിട്ട് കൊടുത്തിട്ടില്ല എങ്കിലും ബിൽഡിംഗ് കോസ്റ്റിന്റെ പെർസെൻറ്റേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ട്, ആ ബിൽഡിങ്ങിന്റെ ഇലക്ട്രിഫിക്കേഷന്റെ കോസ്റ്റ്, ബിൽഡിങ്ങിന്റെ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കിന്റെ കോസ്റ്റ്, ബിൽഡിങ്ങിന്റെ ഇന്റേണൽ റോഡ്സ് ആൻഡ് ബിൽഡിങ്ങിന്റെ ചുറ്റുമുള്ള ഇന്റേണൽ റോഡ്സ് ആൻഡ് കോമ്പൗണ്ട് വാൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട കോസ്റ്റ്, അതേപോലെ തന്നെ അതിനകത്ത് മുനിസിപ്പൽ ടാക്സും നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രം എടുത്താൽ മതി? ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ബിൽഡിങ്ങിനകത്ത് ആ ബിൽഡിങ്ങിന് വേണ്ടി എന്തൊക്കെ എമൗണ്ട് ചിലവാക്കി, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ടോട്ടൽ കോസ്റ്റ്. ബിൽഡിങ്ങിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ എടുത്ത എമൗണ്ട് പ്ലസ് ബിൽഡിങ്ങിനകത്തുള്ള ഇലക്ട്രിക്കൽ ഫിക്സ്ചേഴ്സിന്റെ എമൗണ്ട്, പിന്നെ ബിൽഡിങ്ങിനകത്തുള്ള ഇലക്ട്രിക്കൽ വർക്ക്സിന്റെ എമൗണ്ട്, പിന്നെ ആ ബിൽഡിങ്ങിന് ചുറ്റും നമ്മളൊരു കോമ്പൗണ്ട് വാളോ അല്ലെങ്കിൽ ഒരു റോഡോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട്, ഇതെല്ലാം ക്യാപിറ്റൽ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആണ്. ബിൽഡിങ്ങിന് ചുറ്റും നമ്മൾ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർലോക്കോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതെല്ലാം ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക്. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു 75,000 റുപ്പീസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റിന് കൊടുത്തിരുന്നത് കോസ്റ്റ് ഓഫ് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 10% ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എന്നാണ് ക്വസ്റ്റിന് കൊടുത്തിരുന്നത്. അപ്പോൾ 10% ഓഫ് ബിൽഡിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പം 10/100 ഇൻറ്റു 75,000 ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 7,500. ഇനി കോസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ക്വസ്റ്റിന് കൊടുത്തിരുന്നത് 8% ഓഫ് ബിൽഡിംഗ് കോസ്റ്റ്. അപ്പോൾ 8% ഓഫ് ബിൽഡിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 8/100 ഇൻറ്റു 75,000 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000 റുപ്പീസ്. ഇനി അടുത്തത് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഇന്റേണൽ റോഡ്സ് ആൻഡ് കോമ്പൗണ്ട് വാൾ. അതും ക്യാപിറ്റൽ കോസ്റ്റിനകത്താണ് വരുന്നത്. വെച്ചാൽ ബിൽഡിങ്ങിന് ചുറ്റും ഒരു റോഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ട് വാളോ കൺസ്ട്രക്ട് ചെയ്യുന്നതും ക്യാപിറ്റൽ കോസ്റ്റിനകത്താണ് വരുന്നത്. അത് 10,000 റുപ്പീസ്.
Therefore, total capital cost, അതായത് 10,000 plus 6,000 plus 7,500 plus 75,000 is equal to 98,500 rupees. അപ്പോൾ ഇതാണ് total capital cost എന്ന് പറയുന്നത്. ഇനി നമുക്ക് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6%, അപ്പോൾ 6/100 ആണ് നമ്മുടെ റെന്റ് എന്ന് പറയുന്നത്. So standard rent per annum with 6% interest on capital. അപ്പോൾ ആ 6% എന്നുള്ള വാല്യൂ ക്വസ്റ്റ്യനിൽ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ എടുക്കണം 6% ആണെന്ന്. 6%. അപ്പോൾ 6/100 into 98,500 and that will be equal to rupees 5,910. Rupees 5,910. ഇനി ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് മുനിസിപ്പൽ ടാക്സ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ മുനിസിപ്പൽ ടാക്സും എന്ത് ചെയ്യണം? ഈ റെന്റിനകത്ത് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ആ ബിൽഡിങ്ങിന് എന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ. ബിൽഡിംഗ് ടാക്സും മുനിസിപ്പൽ ടാക്സും ഓണർ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റെന്റ് എമൗണ്ടിന്റെ കൂടെ മുനിസിപ്പൽ ടാക്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റെന്റ് ഈസ് ഈക്വൽ ടു 6,210 rupees. ഇപ്പോൾ GST മേടിക്കുമ്പോൾ GST പർച്ചേസ്, ഇപ്പോൾ നമ്മളൊരു സാധനം മേടിച്ചാൽ ആ ബില്ലിനകത്ത് അതിന്റെ അതിന്റെ എമൗണ്ട് പ്ലസ് GST എന്നും പറഞ്ഞിട്ടേ തരുന്നത്. അപ്പോൾ GST ആരുടെ നിന്നാണ് മേടിക്കുന്നത്? GST മേടിക്കുന്നത് അത് പർച്ചേസ് ചെയ്യുന്ന ആരുടെ നിന്നാണ് മേടിക്കുന്നത്. അതേ കണക്ക് തന്നെ ആ ബിൽഡിങ്ങിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിന് പേ ചെയ്യേണ്ട മുനിസിപ്പൽ ടാക്സും ആരുടെ നിന്ന് മേടിക്കുന്നു? ആ ബിൽഡിംഗ് റെന്റിന് കൊടുത്തേക്കുന്ന ആളുടെ നിന്ന് മേടിക്കുന്നു. സോ റെന്റ് പെർ ഇയർ ഈസ് ഈക്വൽ ടു 5,910 plus 300 and that is equal to rupees 6,210. ഈ കിട്ടിയിരിക്കുന്ന റെന്റ് എന്താണ്? ഇയർലി റെന്റ് ആണ്. അപ്പോൾ ഇയർലി റെന്റിനെ നമ്മൾ മന്ത്ലി റെന്റ് ആക്കാൻ പോവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ 12 ചെയ്തു. ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ rupees 517.50. 517 rupees and 50 paise. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് മെത്തേഡ് 2ൽ ഒന്ന് ചെയ്യാം. മെത്തേഡ് 2ൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മെത്തേഡ് 2ൽ നമുക്ക് ഇവിടെ ആനുവൽ റിപ്പയർ വർക്കിന് വേണ്ടി ചിലവാക്കുന്ന പെർസെൻറ്റേജ് ഒക്കെ പറയുന്നുണ്ട് മെത്തേഡ് 2വിനകത്ത്. പക്ഷെ ക്വസ്റ്റ്യനകത്ത് അതൊന്നും പറയുന്നില്ല. പക്ഷെ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്, വാട്ടർ സപ്ലൈയുടെ കോസ്റ്റ് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്, സാനിറ്ററി വർക്കിന്റെ കോസ്റ്റ് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മെത്തേഡ് 2വിലും ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫിക് ആയിട്ട് ബിൽഡിംഗ് കോസ്റ്റ് പറയുന്നുണ്ട്, ക്വസ്റ്റ്യനകത്ത് വാട്ടർ സപ്ലൈക്ക് ഇത്ര എമൗണ്ട് ആണ് ചിലവാക്കിയിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് സാനിറ്ററി വർക്ക് എത്ര രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിനകത്ത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു വാല്യൂസും കൊടുത്തിട്ടില്ല. നമുക്ക് ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രോബ്ലം ഫസ്റ്റ് മെത്തേഡിൽ മാത്രം ചെയ്യാൻ പറ്റിയത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എല്ലാ വാല്യൂസും ബിൽഡിംഗ് കോസ്റ്റിന്റെ വാല്യൂ, വാട്ടർ സപ്ലൈയുടെ വാല്യൂ ഒക്കെ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തിലേക്ക് പോകാം? മെത്തേഡ് 2വിലും കൂടി ഇത് സോൾവ് ചെയ്യാം. ഇനി മെത്തേഡ് 2 എങ്ങനെ സോൾവ് ചെയ്യണം നോക്കിക്കേ. Annual standard rent is taken as 6% per annum of the total capital cost. അപ്പോൾ നമ്മൾ ആനുവൽ റെന്റ് 6% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6% എടുത്തു. പിന്നെന്താ പറയുന്നത്? ഇൻ അഡീഷൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ annual and special maintenance and repairs and municipal and other taxes are added. ഇതിന്റെ കൂടെ മെയിൻ്റനൻസിന്റെ ചാർജും കൂടി ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ ബിൽഡിംഗ് മെയിൻ്റനൻസിനാണ് 1.5%, വാട്ടർ സപ്ലൈ വർക്കിന് മെയിൻ്റനൻസ് ചാർജ് 1%, സാനിറ്ററി വർക്കിന് മെയിൻ്റനൻസ് ചാർജ് 1%. അതായത് ഓരോ വർക്കിന്റെയും ടോട്ടൽ എമൗണ്ടിന്റെ 1%, സാനിറ്ററി വർക്കിന്റെ എമൗണ്ടിന്റെ 1% ആണ് അതിന്റെ റിപ്പയർ വർക്കായിട്ട് എടുക്കേണ്ടത്. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷന്റെ എമൗണ്ടിന്റെ 1.5%, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷന് വേണ്ടി എത്ര എമൗണ്ട് ചെലവാക്കി അതിന്റെ 1.5% ഓഫ് എമൗണ്ട് ഇയർലി റിപ്പയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. സ്റ്റാൻഡേർഡ് റെന്റ് ഈസ് ഈക്വൽ ടു 6% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് 6/100 ഇൻറ്റു 98,500. ഇപ്പോൾ ഈ 98,500 നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത് വെച്ചായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാത്തത്. അപ്പോൾ 6/100 ഇൻറ്റു 98,500 rupees ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് കഴിഞ്ഞ മെത്തേഡിൽ ചെയ്തുകൊണ്ടാണ് വീണ്ടും ചെയ്യാത്തത്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5,910. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്തതാണ്.
ഇനി അടുത്ത എന്താണ്, മെയിൻ്റനൻസിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് റോഡ് ആൻഡ് കോമ്പൗണ്ട് വാൾ. സോ ബിൽഡിംഗ് റോഡ് ആൻഡ് കോമ്പൗണ്ട് വാൾ അത് എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും? അത് നമ്മുടെ ഫസ്റ്റ് പറയുന്നതിനകത്ത് കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. കോമ്പൗണ്ട് വാളും അതേ കണക്ക് തന്നെ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസും റോഡിൻ്റെ മെയിൻ്റനൻസും എല്ലാം 1.5%-നകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ബിൽഡിംഗ് റോഡ് ആൻഡ് കോമ്പൗണ്ട് വാൾ. 75,000 പ്ലസ് 10,000. 75 എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ആയിരുന്നു. റോഡ് ആൻഡ് കോമ്പൗണ്ട് വാളിൻ്റെ ആണ് 10,000 റുപ്പീസ്. അപ്പോൾ അതിൻ്റെ 1.5 ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 1.5% ആണ് ഇയർലി മെയിൻ്റനൻസ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 75 പ്ലസ് 10,000. 75 റുപ്പീസ് വെച്ചാൽ 75,000 റുപ്പീസ് വെച്ചാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എമൗണ്ട് ആണ്. 10,000 റുപ്പീസ് റോഡ് ആൻഡ് കോമ്പൗണ്ട് വാളിൻ്റെ ആണ്. അപ്പോൾ അതിന് 85,000 റുപ്പീസിൻ്റെ 1.5% ആണ് മെയിൻ്റനൻസിന് വേണ്ടി ചിലവാക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്. സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്സിന് വേണ്ടി ചിലവാക്കുന്നത് എത്രയായിരുന്നു? 1% ഓഫ് വാട്ടർ സപ്ലൈ വർക്ക്. അപ്പോൾ 1% സാനിറ്ററി വർക്ക്സിന് 1% ഓഫ് കോസ്റ്റ് ഓഫ് സാനിറ്ററി വർക്ക്സ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1%. രണ്ടിൻ്റെ കോസ്റ്റ് ഒരുമിച്ചാണ് കൊടുത്തിരുന്നത്. സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക് 1% ഓഫ് 7,500. അപ്പോൾ 7,500 എന്ന വാല്യൂ കഴിഞ്ഞ മെത്തേഡിൽ കിട്ടിയത് നമ്മൾ വീണ്ടും അത് കണ്ടുപിടിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ എന്താ വേണ്ടേ? 1.5% ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ്റെ കോസ്റ്റ്. അപ്പോൾ 1.5% ഓഫ് 6,000 ദാറ്റ് വിൽ ബി ഈക്വൽ ടു ₹90. ഇത് പ്ലസ് 75 എന്നാണ് കേട്ടോ, മൈനസ് ഇല്ല, അത് ജസ്റ്റ് പെന്നിൻ്റെ ഇത് വന്നതാണ്. 75 റുപ്പീസും ഇത് 90 റുപ്പീസും. ഇനി മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റിന് കൊടുത്തിരുന്നത് 300 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ റെന്റ് പെർ ആനം ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. 300 പ്ലസ് 90 പ്ലസ് 75 പ്ലസ് 1,275 പ്ലസ് 5,910. So that will be equal to ₹7,650. 7,650. ഈ കിട്ടിയിരിക്കുന്ന 7,650 എന്ന് വെച്ചാൽ ഇയർലി റെന്റ് ആണ്. ആ ഇയർലി റെന്റിനെ മന്ത്ലി റെന്റ് ആക്കാൻ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 12 ചെയ്തു. ഡിവൈഡഡ് ബൈ 12 ചെയ്തപ്പോൾ നമുക്ക് ഇയർലി റെന്റ് മന്ത്ലി റെന്റ് കിട്ടി. മന്ത്ലി റെന്റ് വിൽ ബി ഈക്വൽ ടു ₹637.50. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ കമ്പയർ ചെയ്യുക. ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണ്? ഫസ്റ്റ് മെത്തേഡിലെയാണ് ലീസ്റ്റ് വാല്യൂ. 517.50 റുപ്പീസ് ആണ്. അപ്പോൾ നമ്മൾ റെന്റ് മേടിക്കുന്ന എമൗണ്ട് ഇതായിരിക്കും, ₹517.50. ഇതാണ് നമ്മൾ റെന്റ് ആയിട്ട് മേടിക്കുന്ന എമൗണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ പ്ലിന്ത് ഏരിയ റിക്വയർഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ അത് കണ്ടുപിടിക്കേണ്ട പ്ലിന്ത് ഏരിയ ആണ്. ഫൈൻഡ് ദ പ്ലിന്ത് ഏരിയ റിക്വയർഡ് and suggest the amount of monthly house rent payable for the residential accommodation for an assistant engineer drawing a salary of ₹25,000 per month. ₹25,000 per month. Consider the cost of construction is 18,000 per meter square. ഇത് 18,000 ആണ് കേട്ടോ, 18,000 per meter square. അപ്പോൾ ക്വസ്റ്റിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്ലിന്ത് ഏരിയ ആണ്. ആൻഡ് സജസ്റ്റ് അത് കണക്ക് തന്നെ മന്ത്ലി ഹൗസ് റെന്റും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റിനകത്ത് അവിടെ താമസിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ മന്ത്ലി സാലറി ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഏത് ചെയ്യാം? മെത്തേഡ് 3 അപ്ലൈ ചെയ്യാം. മെത്തേഡ് 3 വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മെത്തേഡ് 3 വെച്ചിട്ട് നമുക്ക് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മെത്തേഡ് 3 വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇദ്ദേഹത്തിന്റെ മന്ത്ലി സാലറി അറിയാം. മന്ത്ലി സാലറിയുടെ 1/10 ആയിരിക്കും അദ്ദേഹത്തിന് പേ ചെയ്യേണ്ട റെന്റ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 2,500 റുപ്പീസ്. അപ്പോൾ നമുക്ക് കിട്ടിയ റെന്റ് 2,500 റുപ്പീസ് ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മന്ത്ലി പേ ചെയ്യേണ്ട റെന്റ്. ഇനി ക്വസ്റ്റിനകത്ത് പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് കണക്ക് തന്നെ
ഒരു എം സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത് 18,000 rupees ആണ് കൊടുത്തിരിക്കുന്നത്. 18,000 rupees. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ബിൽഡിങ്ങിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് വേണമായിരുന്നു? ഏരിയ വേണം. അപ്പോൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ്, കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു ഒരു എം സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ്, അതായത് 18,000 ഇൻറ്റു പ്ലിന്ത് ഏരിയ. ഇനി നമുക്ക് മെത്തേഡ് 1 അപ്ലൈ ചെയ്യാം. മെത്തേഡ് 1 എന്തായിരുന്നു? റെന്റ് ഈസ് ഈക്വൽ ടു 6% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ കോസ്റ്റ്. സോ സ്റ്റാൻഡേർഡ് റെന്റ് ഈസ് ഈക്വൽ ടു 6% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് പെർ മന്തിലുള്ള റെന്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇൻറ്റു 12 കൊടുക്കുമ്പോൾ ഇയർലി റെന്റ് കിട്ടും. ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഈ 6% നമ്മൾ പറയുന്നത് ഇയർലി ആണ് ഈ പെർസെൻറ്റേജ് പറയുന്നത്. അതുകൊണ്ടാണ് റെന്റിനെ നമ്മൾ ഇൻറ്റു 12 കൊടുത്ത് ഇയർലി റെന്റ് ആക്കുന്നത്. അപ്പോൾ 6% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ്, 6/100 ഇൻറ്റു ക്യാപിറ്റൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? 18,000 ഇൻറ്റു പ്ലിന്ത് ഏരിയ. 18,000 എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് ആണ് ₹8,000 എന്ന് പറയുന്നത്. ഇൻറ്റു പ്ലിന്ത് ഏരിയ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പ്ലിന്ത് ഏരിയ കിട്ടും 27.78 മീറ്റർ സ്ക്വയർ. ഇതാണ് ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ, 27.78 മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് റെന്റ് ആയിട്ടല്ലായിരിക്കും ചോദിക്കുന്നത്, റെന്റും കാൽക്കുലേറ്റ് ചെയ്യണം, ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. A building of cost 7 lakh has been constructed on a freehold land measuring 100 meters square. Prevailing rate of land in neighborhood is ₹150 per square meter. Determine the net rent of the property if the expenditure on an outgoing include sinking fund is ₹24,000 per annum. Work out the gross rent of the property per month. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് 7 lakh rupees. ഇനി അവിടുത്തെ ലാൻഡിന്റെ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. 7 lakh rupeesന്റെ ബിൽഡിംഗ് നിൽക്കുന്നത് 100 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു 100 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു ലാൻഡിലാണ് നിൽക്കുന്നത്. ഇതിന്റെ നെയ്ബർഹുഡ് ലാൻഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 150 rupees ആണ് പെർ സ്ക്വയർ മീറ്ററിന്റെ ലാൻഡിന്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ലാൻഡിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100 ഇൻറ്റു 150 ചെയ്താൽ മതി. 100 ഇൻറ്റു 150 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 15,000 rupees ആണ് ലാൻഡിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡിന്റെ റേറ്റ് 15,000 rupees വരും. അതേ കണക്കിന് ബിൽഡിംഗ് കോസ്റ്റിന്റെ റേറ്റ് 7 lakh rupees വരും. കോസ്റ്റിനകത്ത് നമുക്ക് എന്താ കണ്ടേ? കോസ്റ്റ് ഓഫ് ലാൻഡ് ₹15,000. അത് കണക്കിന് ബിൽഡിങ്ങിന്റെ കോസ്റ്റ് 7 lakh rupees വന്നു. ഈ രണ്ട് വാല്യൂസും പിന്നെ എന്താ പറയുന്നത്? സിങ്കിങ് ഫണ്ട് ഉണ്ട്. സിങ്കിങ് ഫണ്ട് ₹24,000 per annum ആണ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. നമ്മളോട് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലാൻഡിന്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് തന്നു. കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊന്നും ലാൻഡിന്റെ വാല്യൂവിനെ പറ്റി നമുക്ക് പറയുന്നേ ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് ഈ മെത്തേഡിലായിരിക്കും. ഫിക്സേഷൻ ഓഫ് റെന്റ് ഈസ് ഈക്വൽ ടു ഗ്രൗണ്ട് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ്. ഇത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഈ നെറ്റ് റെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ 6% ഓൺ കൺസ്ട്രക്ഷൻ കോസ്റ്റും 4% ഓൺ കോസ്റ്റ് ഓഫ് ലാൻഡും എടുത്തിട്ടാണ് നമ്മൾ നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ബിൽഡിങ്ങിനകത്ത് ബിൽഡിംഗ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 7 lakh rupees എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാൻഡിന്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 15,000 rupees. അപ്പോൾ നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് വാല്യൂ എടുക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊന്നും ലാൻഡിനെ പറ്റിയിട്ട് പറയുന്നേ ഉണ്ടായില്ല. ആ കേസിലാണ് നമ്മൾ ആ 3 മെത്തേഡ്സ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് ലാൻഡിന്റെ വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ നെറ്റ് റെന്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 6% ഓഫ് കോസ്റ്റ് ഓൺ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് 4% ഓൺ ദ കോസ്റ്റ് ഓഫ് ലാൻഡ്. വേറെ കാര്യങ്ങൾ ഈ ഇങ്ങനെ പെർസെൻറ്റേജ് ക്വസ്റ്റിനിൽ നമുക്ക് ക്വസ്റ്റിനിൽ വേറൊരു പെർസെൻറ്റേജ് ഓഫ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ പെർസെൻറ്റേജ് വാല്യൂ ഒന്നും ക്വസ്റ്റിനിൽ തന്നിട്ടില്ല എങ്കിൽ 6% ഓൺ കൺസ്ട്രക്ഷൻ ആൻഡ് 4% ഓൺ കോസ്റ്റ് ഓഫ് ലാൻഡ് ചെയ്യുമ്പോൾ
നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം നെറ്റ് റെന്റ് എത്ര കിട്ടിയെന്ന്. നെറ്റ് റെന്റ് ഈസ് ഈക്വൽ ടു 6/100 ഇൻറ്റു 7 lakh plus 4/100 into 15,000 rupees, and that will be equal to 42,600 rupees. 42,600 rupees. ഇനി ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു 42,600 പ്ലസ് 24,000. എന്തായിരുന്നു 24,000 എന്ന് പറയുന്നത്? 24,000 സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ്. ഇവിടെ നമുക്കുള്ള ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ട് ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ₹66,600. അപ്പോൾ ₹66,600 ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഇയർലി റെന്റ് എന്ന് പറയുന്നത്. ഇനി മന്ത്ലി റെന്റ് കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി? അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ ₹5,550 ആണ് മന്ത്ലി റെന്റ്. ₹5,550 ആണ് മന്ത്ലി റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ. നമുക്ക് ക്വസ്റ്റ്യനകത്ത് ലാൻഡിന്റെ വാല്യൂവും തരും, ബിൽഡിങ്ങിന്റെ വാല്യൂവും തരും, പിന്നെ എന്തെങ്കിലും ഒരു ഔട്ട് ഗോയിങ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ്. നെക്സ്റ്റ് പ്രോബ്ലം. A building is constructed at a cost of ₹2,50,000 on a land purchased at ₹50,000. The owner of the property expects a return of 9% on cost of construction and 8% on cost of land. The building is estimated to have a future life of 60 years, at the end of which it requires ₹3,25,000 for constructing a new building in its place. Determine the standard rent of the property given, rate of interest on sinking fund at 6%, annual repair at 1% of cost of construction, all other outgoings at 28% of the net income. Scrap value at the end of the useful life of the building is 10%. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ₹2,50,000. അത് കണക്കിന് ലാൻഡിന്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് ₹50,000. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്? Gross rent is equal to net rent plus outgoings. Gross rent is equal to net rent plus outgoings. ഇനി അത് നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് റെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6% on the total cost of construction and 4% on the cost of land. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഈ 6 എടുക്കണ്ട, 4 എടുക്കണ്ട. ബിക്കോസ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് the owner expect a return of the owner expect a return of 9% on cost of construction and 8% on cost of land. അപ്പോൾ നമുക്ക് നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി? 9/100 into 2,50,000 പ്ലസ് 8/100 into ലാൻഡിന്റെ റേറ്റ് 50,000. 8/100 into 50,000. അപ്പോൾ നെറ്റ് റെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് റെന്റ് വിൽ ബി ഈക്വൽ ടു 9/100 into 2,50,000 plus 8/100 into 50,000, and that will be equal to ₹26,500. ₹26,500. അപ്പോൾ നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ക്വസ്റ്റ്യനകത്ത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ്. നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തുകൂടെ വേണം? ഔട്ട് ഗോയിങ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട് ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനകത്ത് ബിൽഡിങ്ങിന്റെ ലൈഫ് പറയുന്നുണ്ട്. ലൈഫ് എന്ന് പറയുമ്പോൾ 60 years ആണ്. പിന്നെ പറയുന്നു ഈ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ ₹3,25,000 പുതിയൊരു ബിൽഡിംഗ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇനി വീണ്ടും ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരിക്കുന്നു സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10%. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എല്ലാം ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം.
എന്തുകൊണ്ട് സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ 3,25,000 റുപ്പീസിന് പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിനകത്തുനിന്ന് സിങ്കിങ് ഫണ്ട് എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സിങ്കിങ് ഫണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്, സ്ക്രാപ്പ് വാല്യൂ at the end of useful life of the building is 10%. നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നത് എന്തിനായിരിക്കും? ലാൻഡിനാണോ ബിൽഡിങ്ങിനാണോ? സ്ക്രാപ്പ് വാല്യൂ എപ്പോഴും വരുന്നത് ബിൽഡിങ്ങിനാണ്. ബിൽഡിംഗ് ആണ് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10%. അപ്പോൾ 10/100 ഇൻറ്റു 2,50,000. അപ്പോൾ ലാൻഡിനായിരിക്കും സ്ക്രാപ്പ് വാല്യൂ വരുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എമൗണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും വരുന്നത്? നമുക്ക് പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ വേണം? 3,25,000 റുപ്പീസ് വേണം. അതിനകത്ത് ശരിക്കും ആ ഒരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ 60 ഇയേഴ്സ് കഴിയുമ്പോൾ വേണ്ടത്. പക്ഷേ പഴയ ബിൽഡിംഗ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നുണ്ട്. അതായത് 25,000 റുപ്പീസ് പഴയ ബിൽഡിങ്ങിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട സിങ്കിങ് ഫണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് 3 lakh റുപ്പീസ് ആണ്. ഇനി സിങ്കിങ് ഫണ്ട് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ബിൽഡിങ്ങിന് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ആണോ വെച്ചിരുന്നത്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ആണോ ചിലവാക്കിയത്, ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ വരണം. അപ്പോൾ ഇവിടെ നമുക്ക് സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് കയ്യിൽ കരുതി വെക്കണം? അപ്പോൾ ശരിക്കും 60 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ വേണം? 3,25,000 രൂപ, അതായത് 3,25,000 റുപ്പീസ് ആഫ്റ്റർ 60 ഇയേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. പക്ഷേ 3,25,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ വേണ്ട, ബിക്കോസ് നമ്മുടെ ഓൾഡ് ബിൽഡിങ്ങിന് 25,000 റുപ്പീസ് സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ 60 ഇയേഴ്സ് നമ്മുടെ കയ്യിൽ 3 lakh റുപ്പീസ് മാത്രം ഉണ്ടായാൽ മതി. ഇനി ഈ 3 lakh റുപ്പീസ് ആഫ്റ്റർ 60 ഇയേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ വർഷവും കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ആനുവൽ സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആനുവൽ സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. I for annual sinking fund is equal to S into I divided by 1 plus I the whole power n minus 1. അതിനകത്ത് എസ് എന്ന് പറയുന്നത് ആണ് സിങ്കിങ് ഫണ്ട് 3 lakh റുപ്പീസ്. ഐ എന്ന് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ടിന് കിട്ടുന്ന പെർസെൻറ്റേജ് എമൗണ്ട് ആണ്. അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് 6% ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 6%. അപ്പോൾ 6/100 ആണ് 0.06. 1 plus I എന്ന് പറയുമ്പോൾ 1 plus 6%. n എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ ലൈഫ് 60 ഇയേഴ്സ് മൈനസ് 1, that will be equal to 562.72. ഇനി ക്വസ്റ്റ്യനകത്ത് വീണ്ടും പറയുന്നുണ്ടായിരുന്നു, സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ആനുവൽ റിപ്പയർ അറ്റ് 1.5% ഓഫ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ആനുവൽ റിപ്പയർ 1.5% ഓഫ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ 1.5 divided by 100 into 2,50,000 rupees, and that will be equal to 3,750. ഇവിടെ സീറോയും കൂടെ ഉണ്ട്. 3,750 rupees ആണ് ആനുവൽ റിപ്പയർ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനകത്ത് വീണ്ടും അതർ ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞ് 28% ഓഫ് നെറ്റ് ഇൻകം, അതർ ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു 28% ഓഫ് നെറ്റ് ഇൻകം. അപ്പോൾ അതർ ഔട്ട് ഗോയിങ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. 28% ഇൻറ്റു നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ 26,500 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മുടെ ആനുവൽ സിങ്കിങ് ഫണ്ട് എമൗണ്ട് plus annual repair plus other outgoings, and that will be equal to 11,732.72 rupees. Total outgoings is equal to 11,732 rupees, 32 rupees 72 paise. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസും കൂടി എഴുതണം. ഇപ്പോൾ 2 പ്ലേസ് ഇല്ല എങ്കിൽ 0.00 എന്ന് എഴുതുക. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? സ്റ്റാൻഡേർഡ് റെന്റ് കിട്ടാനായിട്ട് നെറ്റ് റെന്റ് അല്ലെങ്കിൽ ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ്. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു rupees 38,232.72. ആൻഡ് സ്റ്റാൻഡേർഡ് റെന്റ് പെർ മന്ത് കിട്ടാനായിട്ട് ഇതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. സോ റെന്റ് പെർ മന്ത് ഈസ് ഈക്വൽ ടു 3,186.6 paise.
0.6 അല്ല 0.06 പൈസ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് റെന്റ് പെർ മന്ത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ സ്ക്രാപ്പ് വാല്യൂ, ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് എന്തായാലും ഒരു സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ആ സ്ക്രാപ്പ് വാല്യൂവിൻ്റെ പെർസെൻറ്റേജും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സിങ്കിങ് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സിങ്കിങ് ഫണ്ടിൻ്റെ ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഔട്ട് ഗോയിങ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെൻറ്റിനകത്ത് വരുന്നത്. താങ്ക് യു.